കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഖാദർ കരിപ്പൊടിക്കെതിരെയുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ആദ്യം ഇത് കണ്ടിട്ട് എന്തുവെന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനസ്സിലായത് കണക്ക് ഖാദർ കരിപ്പൊടി ഉണ്ടെങ്കിൽ നാട് വിട്ടുപോയി പോലീസ് ഉണ്ടെങ്കിൽ തേടിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലായത്. അതിൻ്റെ കാരണം എന്തോന്ന് അന്വേഷിച്ചപ്പോഴാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ഉണ്ടെങ്കിൽ വെളി വരാൻ തുടങ്ങിയത്. കരിപ്പൊടി ഉണ്ടെങ്കിൽ ആരുമായിട്ടോ ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളും ഇഷ്യൂകളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഖാദർ കരിപ്പൊടി ഉണ്ടെങ്കിൽ ഇയാളെ ഉണ്ടെങ്കിൽ ഒരിടത്തേക്ക് വിളിക്കുകയാണ് ചെയ്തിരുന്നത്. അയാൾ അവിടെ വരികയും ഇവർ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് അയാളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയും ഭയങ്കര അടിച്ച് അവശനാക്കി പിന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഉപദ്രവിക്കപ്പെട്ട ആളുണ്ടെങ്കിൽ ഇതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഖാദർ കരിപ്പൊടിക്കും അതോടെ തന്നെ ഈ കൂട്ടുകാർക്കും എതിരെയൊക്കെ. സോ എന്തായിരുന്നാലും ഇത് വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഖാദർ കരിപ്പൊടി ഉണ്ടെങ്കിൽ നാട് വിട്ടെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ വെളി വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലൊന്നും വെളി വരാൻ പറ്റത്തില്ല. നല്ല കുറച്ച് നാൾ മാറി ഇന്ന് ജാമ്യം കിട്ടുന്നവരുണ്ടെങ്കിൽ എന്നാൽ മാത്രമേ വെളിയിൽ വരാൻ പറ്റൂ. അതല്ലെങ്കിൽ കുറേ നാൾ തന്നെ ജയിലിൽ കിടക്കാന്നുള്ള രീതി മനസ്സിലായതുകൊണ്ട് തന്നെ ആയിരിക്കും ഖാദർ കരിപ്പൊടി ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നാട് വിട്ടിട്ടുണ്ടായിരുന്നു. സോ ഇതിന് ശേഷം ഉണ്ടെങ്കിൽ പോലീസ് എല്ലായിടത്തും അന്വേഷണം തുടങ്ങി. ഫ്രണ്ട്സിൻ്റെ അടുത്തും അതോടെ തന്നെ എവിടെയൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ടോ അവിടെ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഖാദർ കരിപ്പൊടിയെ കിട്ടിയതൊന്നുമില്ല. ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഏതോ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ കൊണ്ട് മാത്രമാണ് ഇതേപോലുള്ള കാര്യം നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്താണ് അത് കാരണം, എന്ത് ബിസിനസ് ആയിരുന്നു അല്ലെങ്കിൽ എന്ത് ഫിനാൻഷ്യൽ ഇഷ്യൂ കാര്യങ്ങളായിരുന്നു എന്നുള്ളത് ഇതുവരെ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് മാത്രം ഉണ്ടെങ്കിൽ ഒരിടത്തേക്ക് വിളിക്കുകയോ ഇയാളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടിയതൊന്നുമില്ല, ആക്രമിച്ചത് മാത്രമേ ഉള്ളൂ. അയാളുണ്ടെങ്കിൽ കിട്ടിയതും കൊണ്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഇയാളും തമ്മിൽ എന്തുകൊണ്ട് നേരെച്ചൊവ്വയുള്ള ബന്ധമെന്ന് പോലും അറിയത്തില്ല. ഇപ്പോഴും ഉണ്ടെങ്കിൽ ഖാദർ കരിപ്പൊടി ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ എന്തുവാണെന്നുള്ളത് പോലും അറിയത്തില്ല. ഇപ്പോഴും നാട് വിട്ട് കറങ്ങി നടക്കുക എന്നുള്ളൊരു കാര്യമാണ് നടക്കുന്നത്. ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.